നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 34-ാമത്തെ കഥ. രാജസദസ്സിൽ പണ്ഡിതന്മാർ തമ്മിൽ ചൂടുപിടിച്ച ഒരു തർക്കം. മനുഷ്യന് ജന്മനായുള്ള പ്രകൃതിയെ മാറ്റിയെടുക്കാനൊക്കുമോ? സാധിക്കുമെന്ന് ചിലർ, ഇല്ലെന്ന് വേറെ ചിലർ. രംഗം കലുഷമായി. ചക്രവർത്തി നിശബ്ദത ആവശ്യപ്പെട്ടു. നായയുടെ വാലിൻ്റെ വളവ് തീർക്കാനൊക്കുമോ? ആകാമെങ്കിൽ മനുഷ്യപ്രകൃതിക്ക് മാറ്റമുണ്ടാക്കാം. അതൊരു പക്ഷം. നായയുടെ വാലിൻ്റെ വളവ് തീർക്കാമോ എന്ന് പരീക്ഷിക്കണം. നിങ്ങളിൽ 10 പേർക്ക് ഞാൻ ഓരോ നായക്കുട്ടിയെ തരാം. മാസം തോറും 10 സ്വർണ്ണ നാണയങ്ങളും. 6 മാസം കഴിയുന്ന ദിവസം ഞാൻ നേരിട്ട് പരിശോധിച്ചു കൊള്ളാം, അദ്ദേഹം പറഞ്ഞു. ആ 10 പേരിൽ രാമനും ഉൾപ്പെട്ടിരുന്നു. മരുന്ന്, മന്ത്രവാദം, കുഴൽ, ഉഴിച്ചിൽ, അങ്ങനെ പല പ്രയോഗങ്ങളും 9 പേര് നടത്തി. എവിടെ? അവരുടെ നായ്ക്കുട്ടിയുടെ വാലുകളിൽ. രാമനാകട്ടെ തൻ്റെ നായ്ക്കുട്ടിയെ പട്ടിണിയിട്ടു. കഷ്ടിച്ച് ജീവൻ കൂട്ടിൽ കിടക്കണം. അതിന് മാത്രം ഭക്ഷണം നൽകി. 6 മാസം കഴിഞ്ഞു. പരിശോധന നടന്നു. ചക്രവർത്തി 9 നായക്കുട്ടികളുടെ വാലിൽ നോക്കി. ആ വാലുകളെല്ലാം തന്നെ വളഞ്ഞു നിൽക്കുന്നു. ഒടുവിലായിരുന്നു രാമൻ്റെ നായക്കുട്ടിയുടെ മുറ. അതിൻ്റെ വാൽ മാത്രം വളഞ്ഞിട്ടില്ല. ചക്രവർത്തി നായ്ക്കുട്ടിയുടെ വാലിൽ നിന്ന് ദേഹത്തേക്ക് കണ്ണുകൾ മാറ്റി. അവിടെ കണ്ടത് എല്ലും തൊലിയും മാത്രം. അപ്പോൾ ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായി. രാമൻ നായക്കുട്ടിയെ പട്ടിണിയിട്ടു. വാൽ പൊക്കാനുള്ള ശക്തി അതിന് ശേഷിച്ചിട്ടില്ല. വാൽ വളയാതെ താഴ്ന്നു കിടക്കുന്നു. കാരണം എന്തുമാകട്ടെ, ജയം രാമന് തന്നെ. എന്നിരുന്നാലും താമസിയാതെ നായ്ക്കുട്ടി ചത്തുപോയി. ആഹാരമില്ലാത്തതായിരുന്നു കാരണം. ചുരുക്കം ചില ദിവസങ്ങൾ കഴിഞ്ഞു. രാമൻ ജ്വരം പിടിച്ചു കിടപ്പായി. ഒരു പുരോഹിതൻ രാമനെ സമീപിച്ചു. പണം തട്ടിയെടുക്കണമെന്നതായിരുന്നു പുരോഹിതൻ്റെ ഉദ്ദേശം. രാമ, നിങ്ങൾക്ക് ഈ ജ്വരം ഒരു ശിക്ഷയാണ്. നായക്കുട്ടിയെ പട്ടിണിയിട്ട് കൊന്ന പാപത്തിൻ്റെ ശിക്ഷ. സ്വാമി, എൻ്റെ പാപത്തിന് വല്ല പരിഹാരവുമുണ്ടോ? ഉണ്ട്, ചില പൂജകൾ ചെയ്യണം. ആകെ എത്ര ചെലവ് വരും? 100 സ്വർണ്ണ നാണയങ്ങൾ. അതൊരു വലിയ സംഖ്യയാണ്. എൻ്റെ പക്കൽ ഒട്ടും പണമില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാമ, നിങ്ങൾക്കിപ്പോൾ ഒരു കുതിരയുണ്ട്. അതിനെ വിറ്റ് പണമുണ്ടാക്കാം. അതിന് വലിയ തുക കിട്ടില്ലെങ്കിലോ? കിട്ടുന്ന വില ഞാൻ എടുത്തുകൊള്ളാം. തീർച്ചയാണോ? അതെ. സ്വാമി, ഇപ്പോൾ അങ്ങ് പൂജ നടത്തണം. എൻ്റെ ജ്വരം ഭേദമായാലേ എനിക്ക് കുതിരയെ വിൽക്കാനൊക്കൂ. അപ്പോൾ ഞാൻ പണം തരാം. സമ്മതിച്ചോ? സമ്മതിച്ചു. അങ്ങനെ പൂജകൾ നടന്നു. ക്രമേണ രാമൻ്റെ രോഗം ഭേദമായി. അയാൾ കുതിരയെയും കൊണ്ട് ചന്തയ്ക്ക് പോയി. ഒരു വട്ടിയും കയ്യിൽ പിടിച്ചിരുന്നു. കുതിരയ്ക്ക് 1 സ്വർണ്ണ നാണയം, വട്ടിക്ക് 99 സ്വർണ്ണ നാണയം. കുതിരയും വട്ടിയും ഒന്നിച്ചേ വാങ്ങാനൊക്കൂ, അയാൾ വിളിച്ചു പറഞ്ഞു. ഒരാൾ 2ഉം കൂടി വിലയ്ക്ക് വാങ്ങി. രാമൻ നേരെ പുരോഹിതനെ ചെന്ന് കണ്ടു. സ്വാമി, കുതിരയ്ക്ക് കിട്ടിയ വില സ്വീകരിക്കണം. രാമൻ അപേക്ഷിച്ചിട്ട് 1 സ്വർണ്ണ നാണയം നീട്ടി. വാങ്ങുകയല്ലാതെ പുരോഹിതന് എന്തു ചെയ്യാനൊക്കും? നന്ദി.